So let us assess like first question ആണ്. Note it. Refractive indices of different material are given. Find out medium through which light passes maximum speed. It's the first question. So ഏതിലാണ് maximum speedൽ പോവുക? Water. Water. വാട്ടറിലാണോ? Then why? Why? Optical density കുറവായതുകൊണ്ട്. Yes. Optical density എന്ന് പറയുന്ന ആ ഒരു ഫാക്ടർ ആണ് പ്രധാനമായിട്ടും റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുന്നു എന്ന് കൂടിയാണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുന്നു, കൂടുതലാണ് എന്നാണ്. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡ് ഓഫ് ലൈറ്റ് എന്താ സംഭവിക്കുന്നത്? സ്പീഡ് ഓഫ് ലൈറ്റ്. These are the connection. So ഈ ഒരു ബേസിക് കാര്യം അറിയുമെങ്കിൽ ഈ ചോദ്യത്തിന്റെ ഉത്തരം സിമ്പിളായി കണ്ടുപിടിക്കാം. സോ ഫൈൻഡ് ഔട്ട് ദ മീഡിയം ത്രൂ വിച്ച് ലൈറ്റ് പാസസ് മാക്സിമം സ്പീഡ് എന്ന ചോദ്യത്തിന്റെ ആൻസർ എന്താണ്? വാട്ടർ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്ലിയർ ആയി കാണും വിചാരിക്കുന്നു. സോ മേ ബി വേറൊരു രീതിയിൽ ചോദ്യം ചോദിക്കുന്നത് ഫൈൻഡ് ഔട്ട് ദ മീഡിയം ത്രൂ വിച്ച് ലൈറ്റ് പാസസ് വിത്ത് മിനിമം സ്പീഡ്. മിനിമം സ്പീഡ് ആണ് ചോദ്യമെങ്കിലോ? മിനിമം സ്പീഡ് ഫ്ലിൻ ഗ്ലാസ് ഓ വേറെ ഏതെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ, ഇല്ല. ഫ്ലിൻ ഗ്ലാസ് ആണ് ഇവിടെ ഉള്ളത്. പിന്നെ അപ്പൊ ഇവിടെ ആയിരിക്കും മിനിമം സ്പീഡ്, ഇവിടെ ആയിരിക്കും മാക്സിമം സ്പീഡ്. ഓക്കെ, ക്ലിയർ? Now we are going to second question. The nature of image formed by two lenses are given. An erect and magnified virtual image. An erect magnified virtual image. So ഇവിടെ ഈ ഒരു ഹിന്റ് മാത്രമേ തന്നിട്ടുള്ളൂ. Yeah, what's the answer? കോൺവെക്സ് ആണ്. Why? കാരണം മാഗ്നിഫൈഡ് ആണ്. ഇമേജ് ഉണ്ടായിരിക്കുന്നത് വെർച്വലും ഇറക്റ്റ് ആയിരിക്കും, പക്ഷേ ഡിമിനിഷ്ഡ് ആണ്. Yes, that's a key point. See, കോൺവെക്സിൽ മീൻസ് കോൺവെക്സിലാണ് എന്ന് പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഇറക്റ്റ് എന്ന് പറയുന്നത് കോൺകേവിലും കോൺവെക്സിലും ഫോം ചെയ്യും. വെർച്വൽ എന്ന് പറയുന്നതും രണ്ട് കേസിലും ഫോം ചെയ്യും. ഇത് രണ്ടും ഓക്കെ, ഇറക്റ്റ് ആൻഡ് വെർച്വൽ, ഫൈൻ. ബട്ട് മാഗ്നിഫൈഡ് എന്നുള്ള ഈ ഒരു ഭാഗം, മാഗ്നിഫൈഡ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗം അതാണ് അതെവിടെ ഉണ്ടാവില്ല. സോ മാഗ്നിഫൈഡ് എന്ന് പറയുന്ന ആ ഒരു പോയിന്റിൽ നിന്നാണ് നമ്മൾ അത് കോൺവെക്സ് ലെൻസ് ആണ് എന്നുള്ള ഒരു കൺക്ലൂഷനിലേക്ക് എത്തിയത്. ക്ലിയർ? ഇറക്റ്റും വെർച്വലും രണ്ടിലും ഫോം ചെയ്യും, ബട്ട് മാഗ്നിഫൈഡ് ആയിട്ടുള്ള ഇമേജസ് ഒരിക്കലും എവിടെ ഫോം ചെയ്യില്ല? കോൺകേവില് ഫോം ചെയ്യില്ല. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ, യാ എക്സാക്ട്ലി. ആൻ ഇറക്റ്റ് ആൻഡ് ഡിമിനിഷ്ഡ് വെർച്വൽ ഇമേജ്, which one? It is concave. Erect ആണ്, വെർച്വൽ ആണ്, but the condition to forming an image in the concave lens, it is ഉണ്ടാവുകയാണെന്ന് പറഞ്ഞാൽ തന്നെ അത് diminished ആയി. Okay, clear? So now we are moving to another one, third question. See, note it. An object is been placed. Tell me. Okay, sorry. A മാത്രല്ല അല്ലെ, അവിടെ കുറച്ചുണ്ട്. What type of lens is been used in each case? അതാണ് നമ്മൾ ഇപ്പൊ ചെയ്തത്. ബി പാർട്ടും കൂടി ഉണ്ട്. By using which type of lens will we get an image having the same size as the object? What is the position of this object? What will be the answer? Convex lens ഉപയോഗിച്ചിട്ട് 2f object ആയിരിക്കും. Exactly. കോൺവെക്സ് ലെൻസ് യൂസ് ചെയ്യാം എന്നുള്ളത് തന്നെയാണ്. കാരണം കോൺകേവ് ലെൻസിൽ എപ്പോഴും എന്താണ് ഫോം ചെയ്യുന്ന ഇമേജ് എങ്ങനെയാണ്? സെയിം സൈസിൽ കിട്ടൂല. അപ്പോൾ സെയിം സൈസിൽ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കോൺകേവ് യൂസ് ചെയ്യാൻ പാടില്ല. We have to use convex lens
and we have to place the object. എവിടെ object വെക്കണം? Object is placed on 2f. ഓക്കെ, അപ്പൊ നമുക്ക് അതിനകത്ത് ഇനി എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം? നാച്ചർ ഓഫ് ഇമേജ് ചോദിക്കാം. സോ വാട്ട് അബൌട്ട് ദ നാച്ചർ ഓഫ് ദിസ് ഇമേജ്? എന്തൊക്കെയാണ് പ്രത്യേകത? റിയൽ ഇൻവേർട്ടഡ്, Same size. same size as this object. Okay. So these are the conditions. These are the maximum types of questions that may asking while placing 2f. 2f ൽ വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും? നമുക്ക് ഓൾറെഡി ഇത് അറിയാവുന്ന കാര്യമാണ്. സെയിം സൈസ് ആണ്, റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ. Now we are dealing with another question, that is third question. We have been placing this object in between 2f and f. So we have to draw the ray diagram. So ഇവിടെ mn എന്ന് പറയുന്നത് ലെൻസ് ആണ്. mn represent the lens. What type of lens is this എന്നാണ് first question. Convex lens. Yeah. എന്താണ് ലെൻസ് ഏതാണ്? Convex. Why convex? കാരണം അത് Principal സിസിനെ പാരലായിട്ട് പോകുമ്പോൾ ഫോക്കസിലൂടെ പറ്റിയതിനകത്താണ് ഈ ഫോക്കസിലേക്ക് വന്ന മാതിരി തോന്നും. ഓക്കെ, വാട്ട് എക്സാക്ട്ലി ഹാപ്പനിങ് ഹിയർ? എന്താ ഇവിടെ സംഭവിച്ചത്? അപ്പോ പാരലായിട്ട് പോയിട്ട് ഫോക്കസിൽ കൂടെ പോകും. അതിപ്പോ എന്ത് ടൈപ്പ് ഓഫ് ലെൻസ് ആണ് ഇത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോൺവെക്സ് ആണ്. ഓക്കെ, കോൺവെക്സ് ലെൻസിന് എന്താ വേറെ കുറച്ചും കൂടി എന്താ ഇവിടെ സംഭവിച്ചത്? ഇറ്റ്സ് bent and moved through this focus means it is exactly what happened? It's converged or diverged? Converged. So convex lens is converging lens. So converge ചെയ്തു, ഫോക്കസിലൂടെ. Okay, now we have to complete the ray diagram. നമ്മൾക്ക് ray diagram complete ചെയ്യണം. So ഇനി അവിടെ നിന്ന് എങ്ങനെയായിരിക്കും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക? ഒപ്റ്റിക് സെന്ററിൽ കൂടെ പോകുന്നത്. ഒപ്റ്റിക് സെന്റർ കൂടെ, ഇതാണ് ഒപ്റ്റിക് സെന്റർ. ഒപ്റ്റിക് സെന്ററിലൂടെ പോയിട്ട് എങ്ങോട്ട് പോകും? ബിയോണ്ട് 2f. ഇറ്റ് വിൽ ബി ജസ്റ്റ് ലൈക്ക് ദിസ്. ഇവിടെ ഒപ്റ്റിക് സെന്ററിലൂടെ പോയി ഇവിടെ എത്തി. ഓക്കെ, ഇനി അതേപോലെ ഇവിടെ നിന്നുള്ള റേ ഡയഗ്രാം എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെ എത്തും? ഇറ്റ് വിൽ ബി എവിടെ കൂട്ടിമുട്ടും? ബിയോണ്ട് 2f. Yes, it will be beyond 2f. ഇവിടെ ആയിരിക്കും ഫോം ചെയ്യുക അല്ലേ? ബിയോണ്ട് 2f. സോ ഇവിടെ ഇമേജ് ഫോം ചെയ്യും. സോ ദാറ്റ്സ് ഓൾ. ഇമേജ് ഇവിടെ ഫോം ചെയ്യും. അപ്പൊ ഇതാണ് മനസ്സിലാക്കേണ്ടത്. എങ്ങനെയാണ് സൈസ് ഓഫ് ദിസ് ഇമേജ്? സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മാഗ്നിഫൈഡ് ആണ്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. വാട്ട് അബൌട്ട് അതർ ക്യാരക്ടറിസ്റ്റിക്സ്? റിയൽ ആയിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും, മാഗ്നിഫൈഡ് ആയിരിക്കും. ഓക്കെ, അതാണ് ഇവിടെ സൈസ് ഓൾറെഡി പറഞ്ഞു അല്ലെ. ഇനി കോപ്പി ദ റേ ഡയഗ്രാം ഇൻ ദ സയൻസ് ഡയറി ആൻഡ് കംപ്ലീറ്റ് ഇറ്റ്. ഓക്കെ, കോപ്പി ദ റേ, അപ്പൊ നിങ്ങൾക്ക് അത് ഓൾറെഡി അറിയാം. അപ്പൊ പിന്നെ നമ്മൾ ഇനി അതിലോട്ട് പോകുന്നില്ല. ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഓക്കെ സർ. ഓക്കെ, ഇനി വാട്ട് ഡു യു മീൻ ബൈ പവർ ഓഫ് ലെൻസ്? എന്താണ് പവർ ഓഫ് ലെൻസ്? ഫോക്കൽ ലെങ്ത്തിന്റെ റെസിപ്രോക്കൽ, പിന്നെ ഫോക്കൽ ലെങ്ത്തിന്റെ ഒരു ടേം ആയിട്ട്. പവർ ഓഫ് ലെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് റെസിപ്രോക്കൽ ഓഫ് ദിസ് ഫോക്കൽ ലെങ്ത്. ഓക്കെ, അതാണ് പ്രധാനമായിട്ടും എഴുതേണ്ട ഡെഫിനിഷൻ അല്ലേ? ഇവിടെ നമ്മൾ ഓൾറെഡി 2ഉം 3ഉം തവണ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞതാണ്. ഒന്നുകൂടി ഹൈലൈറ്റ് ചെയ്യാം. പവർ ഈസ് എ ടേം റിലേറ്റഡ് ടു ഫോക്കൽ ലെങ്ത് and the power of lens is the reciprocal of the focal length expressed in meter, and power is equal to 1 by f. Okay, power is equal to 1 by f.
പിന്നെ യൂണിറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമുള്ളൂ. You represented in what's a unit? Diopter. Diopter. So അടുത്ത question, what is the SI unit of the power of lens? Okay, what's the SI unit? meter. Meter? Meter ആണോ? അല്ല diopter. Yeah. Okay. ഫോക്കൽ ലെങ്ത്തിന്റെ SI യൂണിറ്റ് എന്താ? മീൻസ് ഫോക്കൽ ലെങ്ത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാ? meter. മീറ്റർ. ബട്ട് പവറിന്റെ യൂണിറ്റ് എന്താ? diopter D. Diopter. D D വെച്ചിട്ട് എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ദാറ്റ്സ് SI യൂണിറ്റ്. ഓർ വി ക്യാൻ റെപ്രസെന്റ് ഇൻ ഇങ്ങനെ 1/മീറ്റർ എന്നും പറയും. ഇറ്റ്സ് നോട്ട് ആൻ ഇഷ്യൂ. ഓക്കെ, 1/മീറ്റർ അല്ലേ? മീറ്റർ അല്ലേ താഴെ വരുന്നത്? ദാറ്റ്സ് SI യൂണിറ്റ്. ബട്ട് ഓർ വി ക്യാൻ റെപ്രസെന്റ് ഇറ്റ് യൂസിങ് diopter. ഓക്കെ, diopter. ക്ലിയർ? diopter എന്ന് വേണം നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതാൻ. ഫോക്കൽ ലെങ്ത്തിന്റെ മീറ്റർ ആണ്. സോ 1/മീറ്റർ അതും SI യൂണിറ്റ് തന്നെയാണ്. ഓക്കെ, ബട്ട് യു ഷുഡ് റൈറ്റ് diopter. അതായിരിക്കും ചിലപ്പോൾ മാർക്ക് അവർ ഉദ്ദേശിച്ചത് സ്കോർ ചെയ്യാൻ കീഴിൽ ചിലപ്പോൾ diopter തന്നെ ആയിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. കാൽക്കുലേറ്റ് ദ പവർ ഓഫ് കോൺകേവ് ലെൻസ് ഓഫ് ഫോക്കൽ ലെങ്ത് 25 സെന്റിമീറ്റർ. ഫോക്കൽ ലെങ്ത് തന്നിട്ടുണ്ട് 25 സെന്റിമീറ്റർ ആണെന്ന്. പവർ എന്തായിരിക്കും അപ്പൊ? 4. 4 ആയിരിക്കും. Yes, very good. We have to convert it into meter. So 25 we have converted into meter by എങ്ങനെ ചെയ്ത്? 100 വെച്ച് ഡിവൈഡ് ചെയ്തു. So it will be 0.25 meter. Power is equal to 1/0.25. What's the value? -4 meter. It's important. Focal length is negative, not it. So the negative ആണ്, concave ആണ്, negative ആണ് അല്ലേ? So it will be -4 അല്ലേ? നമ്മൾ കാണാതെ പഠിച്ചു വെച്ചതല്ല നെഗറ്റീവ് ആണ് പോസിറ്റീവ് ആണെന്നുള്ളതൊന്നും. നമ്മൾ പറഞ്ഞിരുന്നു കോൺകേവ് ലെൻസ് ഇങ്ങനെയാണ്. സോ കോൺകേവ് ലെൻസിൽ നമ്മൾ ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മീൻസ് ഒബ്ജക്റ്റ് എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ തന്നെ അവിടെ നിന്ന് വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ ഡൈവേർ ചെയ്ത് പോവുകയാണ് ചെയ്യുക. സോ സ്വാഭാവികമായിട്ടും ഡൈവേർ ചെയ്ത് പോവുകയാണെങ്കിൽ അതിനർത്ഥം ഇവിടെ മീൻസ് 2F. സോ ഇവിടെ ഫോക്കസ് എന്ന് പോകുന്നത് പോലെയാണ് പോവാം. ഇവിടെ ഫോക്കസ് നിന്ന് ഈ ഒരു ഒറിജിൻ, ഈ ഒരു പോയിന്റ് എന്ന് വരുന്നതായിട്ട് പോലെയാണ് നമ്മൾ ഇത് റെപ്രസെന്റ് ചെയ്യുക. സോ ഇവിടേക്കാണ് നമ്മൾ, ഇതാണ് ഇതിന്റെ ഫോക്കസ്. ഈ ഫോക്കസ് ഇവിടെ നമ്മളുടെ കാർട്ടീഷ്യൻ കോർഡിനേറ്റിൽ ലെഫ്റ്റ് സൈഡ് ആണ്. സോ കാർട്ടീഷ്യൻ കോർഡിനേറ്റിലെ ലെഫ്റ്റ് സൈഡിലോട്ട് മെഷർ ചെയ്യുമ്പോൾ ഫോക്കൽ ലെങ്ത് എങ്ങനെയായിരിക്കും? ലെഫ്റ്റ് സൈഡ് ആണ്. അങ്ങനെയാണ് നമ്മൾ പറഞ്ഞത് ഇത് നെഗറ്റീവ് ആണ്. ബട്ട് കോൺവെക്സിലായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരുന്നു? ഇടിച്ചു കഴിഞ്ഞാൽ കൺവേർ ചെയ്ത് പോകുമ്പോൾ അത് റൈറ്റ് സൈഡിലോട്ടാണ് അല്ലേ? സോ ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺവെക്സിൽ എങ്ങനെയാണ്? പോസിറ്റീവ്. ക്ലിയർ? ക്ലിയർ സർ. ഓക്കെ, അപ്പൊ ഞാൻ അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫിഫ്ത്ത് വൺ, ഒബ്സർവ് ദ ഫിഗർ. ലൈറ്റ് ഫാളിംഗ് ഓൺ 2 different media as shown. 2 മീഡിയം തന്നിട്ടുണ്ട്, എയർ മീഡിയം 1, എയർ മീഡിയം 2. വാട്ട്സ് ദ ക്വസ്റ്റ്യൻ? എന്താണ് ക്വസ്റ്റ്യൻ? Which medium has a greater optical density? Which medium has greater optical density? ഇതിൽ ഏതിലാണ് greater optical density? മീഡിയം 1 കാരണം 2 നോർമൽ ആണ്. ഓക്കെ ഫൈൻ. മീഡിയം 1 സി മീഡിയം. ഇതിനകത്ത് ചോദ്യം ഇതാണ്, എങ്ങനെ കേട്ടില്ല? അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ, 2 മീഡിയങ്ങളിലെ ആംഗിൾ നോക്കി. which medium has means greater optical density എന്നുള്ള ചോദ്യത്തില് മീൻസ് എയറും മീഡിയം 1ഉം എയറും മീഡിയം 2ഉം തമ്മിലല്ല കമ്പയർ ചെയ്യേണ്ടത്, മീഡിയം 1ഉം മീഡിയം 2ഉം തമ്മിലാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, മീൻസ് എയറും മീഡിയം 1ഉം which one has a greater optical density? മീഡിയം എയറും മീഡിയം 2ഉം which one has a greater optical density? മീഡിയം 2. Medium 2.
But the question is, which medium has greater optical density means you have to think logically. Medium 1, we have to compare with the medium 1 and medium 2. So what will be the answer? Medium 1. Medium 1. So medium 1, why? Because ഇതിലാണ് കൂടുതൽ bend ഉള്ളത്. It's bent more towards this normal. അല്ലേ? കൂടുതൽ ഉൾവലിയുന്നത് ആരാണ്? Medium 1. മീഡിയം 1ലൂടെ ലൈറ്റ് പാസ് ചെയ്യുന്ന സമയത്താണ് സംഭവിക്കുന്നത്. അപ്പോൾ മീൻസ് അതിനർത്ഥം വരുന്നത് ആസ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിക്കഴിഞ്ഞാൽ റേ കൂടുതൽ നോർമലിന് അടുത്തോട്ട് ബെൻഡ് ചെയ്യും. ദാറ്റ്സ് ദ റീസൺ. ഓക്കെ, ക്ലിയർ? When optical density increases, the ray will bend more towards the normal. Okay. B question. എന്താണ് B question? ഏറ്റവും കൂടുതൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. Which one? Medium 1. Medium. Simple. Okay, medium 1 തന്നെയാണ്. We already discussed the connection between refractive index and optical density. What is the connection between refractive index and optical density? Optical density. See, it's directly proportional ആണ് അല്ലേ? When optical density increases, refractive indexും കൂടുതലാണ് എന്ന് തന്നെയാണ് അതിനർത്ഥം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലാണ് എന്നത് തന്നെയാണ് അതിന്റെ മീനിങ്. ക്ലിയർ? വൈ? ബിക്കോസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ഫോർമുല എന്താണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ഫോർമുല എന്താണ്? N is equal to C/V. C/V. That means Speed of light in vacuum divided by speed of light in vacuum or air എന്നും പറയുന്നുണ്ട് അവര്. Divided by speed of light in any medium. Speed of light in medium. Okay, medium. So നമ്മൾക്ക് അറിയാൻ പറ്റും ലൈറ്റിന് മാക്സിമം സ്പീഡ് വേക്വത്തിലാണ്, അഥവാ ഇവിടെ എയർ എന്നും കൂടി അവർ പറയുന്നുണ്ട്, ബട്ട് എക്സാക്ട്ലി വേക്വത്തിലാണ്. ഓക്കെ, ഇനി സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം എന്ന് പറയുന്നത് എപ്പോഴും കുറച്ചുകൂടി കുറവായിരിക്കും. സോ ഈ ടേം ഏറ്റവും സ്പീഡ് കുറയുന്നു, ഇവിടെ സ്പീഡ് കുറയും തോറും ഇവിടെ ഡിനോമിനേറ്റർ ഇങ്ങനെ കുറഞ്ഞു വരും. അപ്പോൾ ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ വാല്യൂ ഇങ്ങനെ കൂടി വരും അല്ലേ? താഴത്തെ ടേം ഇങ്ങനെ സ്പീഡ് ഇങ്ങനെ കുറയുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ ഡെൻസിറ്റി എന്താണ്? ഡെൻസിറ്റി എന്താ സംഭവിക്കുന്നത്? സ്പീഡ് കുറയുമ്പോൾ ഡെൻസിറ്റിക്ക് എന്താ സംഭവിക്കുന്നത്? വാട്ട്സ് ദ റിലേഷൻ കണക്ടിങ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി? സ്പീഡ് കുറയും. യെസ്, കൂടും. അപ്പോൾ റിഫ്രാക്റ്റീവ് സ്പീഡ് കുറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴത്തെ ടേം കുറഞ്ഞു, താഴത്തെ ടേം കുറയുന്നു എന്ന് പറയുമ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇങ്ങനെ കൂടി വരും. ക്ലിയർ? കണക്ഷൻ ക്ലിയർ ആയോ? So that's all about this refractive index. Now we are dealing with 6th question. നമുക്ക് 6ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ ഫൈൻ. അപ്പോൾ 6ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. എന്താ ക്വസ്റ്റ്യൻ? ഒരു ഒബ്ജക്റ്റ് കോൺവെക്സ് ലെങ്തില് ഹൈറ്റ് 3 സെന്റിമീറ്ററിൽ വെച്ചു. അതിന്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് 20 സെന്റിമീറ്റർ ആണ്. ഓക്കെ, ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് എത്ര? 3 സെന്റിമീറ്റർ. എവിടെയാണ് വെക്കുന്നത്? Convex lens. ഓക്കെ, സോ ചോദ്യത്തിനകത്ത് തന്നിട്ടുള്ളത് ഫോക്കൽ ലെങ്ത് ആണ് 20 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ വേറെ എന്തൊക്കെ തന്നിട്ടുണ്ട്? യു ഇസ് ഈക്വൽ ടു യു എന്താണെന്ന് തന്നിരിക്കണം? 30 സെന്റിമീറ്റർ. സോ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് ഇപ്പോൾ 20 ഇവിടെ ആയിരിക്കും അല്ലെ? ഇത് എഫ്, ഇത് 20 ആണെന്ന് തന്നിട്ട്. സോ ഇവിടെ നിന്ന് റേ ഡയഗ്രാം വരയ്ക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങോട്ടാണ് പോവുക? പാരലായി പോയി പാരലായി പോയി കഴിഞ്ഞാൽ പിന്നെ അത് എവിടേക്ക് പോകും? നേരെ ഫോക്കസ് നമ്മൾ കുറച്ചുകൂടി ഡിസ്റ്റൻസ് വരയ്ക്കുന്നുണ്ട്. ഇനി പിന്നെ പോളിലൂടെ അടുത്ത റേ ഡയഗ്രാം എങ്ങനെ വരും? പോളിൽ കൂടെ പോയിട്ട് ഒപ്റ്റിക് സെന്ററിലൂടെ പോയിട്ട് ബിയോണ്ട് ടു.
എഫിന് അപ്പുറത്താണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി നമ്മൾ നീട്ടി വരയ്ക്കേണ്ടതായിരുന്നു ഇതില്. സി വി ഹാവ് ടു റീഡ്രോ, ഡ്രോ ത്രൂ. എങ്ങനെ വരയ്ക്കണം? മീൻസ് ഒപ്റ്റിക് സെന്ററിലൂടെ പാസ് ചെയ്ത് ഇമേജ് ഇവിടെ ഉണ്ടാവും. ക്ലിയർ? ഓക്കെ ആണോ? ഇവിടെ ഒബ്ജക്റ്റ് വെച്ചു, ഇവിടെ 2f, സോ ഇവിടെ f, ഇവിടെ 2f, ആൻഡ് ഇമേജ് ഈസ് ഫോംഡ് ഹിയർ. ഇവിടെയാണ് ഇമേജ്. സോ ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തിരിക്കുന്ന ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 സെന്റിമീറ്റർ. അപ്പൊ ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇമേജ് ഉണ്ടാവുന്നത് ബിയോണ്ട് 2f ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിയാം. ഇനി നമ്മൾക്ക് ചോദ്യത്തിലോട്ട് വരാം, ക്വസ്റ്റ്യനിലോട്ട് വരാം. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാൻ വിചാരിക്കുന്നു. ക്വസ്റ്റ്യനകത്ത് ഒന്നുകൂടി സൂം ചെയ്യട്ടെ. What is the distance to the image formed? എവിടെയാണ് ഇമേജ് ഫോം ചെയ്തത്? സോ എഫ് അറിയാം, യു അറിയാം, then v 1 by f is equal to 1 by u minus 1 by. Yeah, 1 by v minus 1 by u. 1 by v minus 1 by u. സോ ഇവിടെ നോട്ട് ചെയ്യേണ്ട കാര്യം ഇത് കോൺവെക്സ് ആണ്. സോ ഫോക്കൽ ലെങ്ത് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. യു ഓൾവേസ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. സോ ഇറ്റ്സ് ബിക്കം 1 by positive 20 is equal to 1 by v. v എന്ന് പറയുന്നത് കണ്ടുപിടിക്കണം. u എന്ന് പറയുന്നത് നെഗറ്റീവ് -30. സോ ഇവിടെ നെഗറ്റീവ് ആണ് കേട്ടോ. ഇനി ഇവിടെ നമുക്ക് v ആണ് കണ്ടുപിടിക്കാം. സോ വിനെ മാത്രം നമ്മൾ ഇവിടെ നിർത്തുന്നു. 1 by 20 ഓൾറെഡി ഇവിടെ ഉണ്ട്. ഇവിടെ നെഗറ്റീവ് ഓഫ് നെഗറ്റീവ് 30. വാട്ട് ഈസ് നെഗറ്റീവ്? ഈ ടേം ഇവിടെ നെഗറ്റീവ് ആണ്. അപ്പോൾ വാട്ട് വിൽ ബി ദ വാല്യൂ? അതെന്താവും? നെഗറ്റീവ് ഓഫ് നെഗറ്റീവ്. ഇറ്റ്സ് ബിക്കം പോസിറ്റീവ്. അതെന്താവും? പോസിറ്റീവ് 1 by 30. സോ 1 by v is equal to എന്താവും? 1 by 20. ഈ 1 by positive 30 കളയാൻ നമുക്ക് എന്ത് ചെയ്യണം? രണ്ട് സൈഡും നെഗറ്റീവ് 1 by 30 വെച്ചിട്ട് മൈനസ് ചെയ്യണം. സോ ഇവിടെ വെച്ചിരിക്കും 1 by 30, ഓർ ഇങ്ങോട്ട് എടുക്കണം എന്ന് പറയാം. ബോത്ത് ആർ സെയിം. ബട്ട് വാട്ട്സ് എ വാല്യൂ? 1 by v 30 minus 20 by 30, 20, 20 into 30. 20 into 30. So what will be the final answer? 10 by 10 divided by 30 minus 20. 600. 600. That's 1 by v. So it is 10 and ഒരു പൂജ്യം കട്ടായി പോയി. So what will be the value? V equal to 60. 60. V is equal to 60 centimeter. It's positive or negative? പോസിറ്റീവ്. അത് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ചിത്രം വരച്ച് കാണിച്ചു തന്നത്. സി കണ്ടോ, ഏകദേശം ഇവിടെ ഇത്രയും ഡിസ്റ്റൻസ് വരും. ഇതിപ്പോ 30 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 60 സെന്റിമീറ്റർ. ഇത് പോസിറ്റീവ് ഡയറക്ഷനിലേക്കാണ് അല്ലേ എടുത്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ അതിനാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് റേ ഡയഗ്രം ഒക്കെ വരച്ചത്. ഇവിടെ റേ ഡയഗ്രം ഒന്നും ചോദിച്ചിട്ടില്ല, ജസ്റ്റ് ചോദ്യം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ബട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ റേ ഡയഗ്രം വരച്ചത്. കുറച്ച് വൃത്തികേടായിട്ടുണ്ട്, പക്ഷെ എങ്കിലും നിങ്ങൾക്ക് ഒരു റഫ് ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് ദിസ് ഇമേജ്? എന്താണ്? റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്, പിന്നെ മാഗ്നിഫൈഡ് ആണ്. ഓക്കെ, വാട്ട് അബൌട്ട് ദ ഹൈറ്റ്? ഹൗ വി ക്യാൻ ഫൈൻഡ് ദ ഹൈറ്റ്? റിയൽ ആണ്, മാഗ്നിഫൈഡ്, ഇൻവേർട്ടഡ് ആണ്, മാഗ്നിഫൈഡ് ആണെന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെ ഹൈറ്റ് കണ്ടുപിടിക്കും? Yes, magnification is equal to V by U. V by U. What's the value of V?
60. What's the value of u? minus 30. Yes, ഇവിടെ നമുക്ക് 60 കിട്ടിയിട്ടുണ്ട് അല്ലേ? And it is minus 30. So what will be the Negative 2. Negative 2. magnification? Negative 2. So what is the height of this image? എങ്ങനെയായിരിക്കും height of this image കിട്ടാം? See, height of this image divided by height of this object, which is equal to magnification. So height of this image is equal to Negative 3. Into magnification into 2. height of object. അഥവാ magnification എന്ന് പറഞ്ഞാൽ എന്തോന്നാ? minus 2. Into Positive 9. Positive 3. positive. Because positive 3 എടുക്കാൻ കാരണം ഇത് ഇങ്ങോട്ടേക്കാണ് മെഷർ ചെയ്തിരിക്കുന്നത്. സോ ഇറ്റ്സ് പോസിറ്റീവ് 3 അല്ലേ? ഇത് താഴേക്ക് വന്നത് കൊണ്ടാണ് ഇവിടെ ഈ ആൻസർ എന്തായിരിക്കുന്നത്? ഇത് പോസിറ്റീവ് 3 എടുത്തു, അതുകൊണ്ട് 2 into 3 എന്ന് പറയുന്നത് negative 6 ആയി അല്ലേ? ഇത് താഴേക്കാണ് മെഷർ ചെയ്തത് അല്ലേ? താഴേക്കല്ല എടുത്തിരിക്കുന്നത്. ക്ലിയർ? അപ്പൊ ഈ കാര്യങ്ങളാണ് നമ്മൾ നോട്ടീസ് ചെയ്യേണ്ടത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ഒരു കാര്യങ്ങളാണ് നമ്മൾ നോട്ടീസ് ചെയ്യേണ്ടത്. മുകളിലോട്ട് ഒബ്ജക്റ്റ് ഇങ്ങനെ മീൻസ് ഒബ്ജക്റ്റ് വൈ ആക്സിസിന് മീൻസ് ഇതാണ് വൈ ആക്സിസ്, കാർട്ടീഷ്യൻ കോർഡിനേറ്റ് വൈ ആക്സിസ്. ഈ വൈ ആക്സിസിൽ ഇങ്ങനെ വെച്ചത് കൊണ്ടാണ് പോസിറ്റീവായി എടുത്ത് ഇത് താഴേക്കാണ് ഇവിടെ ഒബ്ജക്റ്റ് വെച്ച് ഇമേജ് ഉണ്ടാവുന്ന സമയത്ത് ഇത് താഴേക്കാണ് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പം താഴേക്ക് എടുക്കുന്ന സമയത്ത് ഹൈറ്റ് ഓഫ് ദിസ് ഇമേജ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. ഇനി വി എന്ന് പറഞ്ഞാൽ നമുക്ക് പോസിറ്റീവ് കിട്ടി. വൈ? ബിക്കോസ് ഇത് റൈറ്റ് സൈഡ് ആണ്. നമ്മൾ കൺവെൻഷൻ പ്രകാരം പോസിറ്റീവ് ആണ് എടുക്കുക. ഒബ്ജക്റ്റ് വെക്കുന്നത് ലെഫ്റ്റ് സൈഡ് ആണ്. സോ കൺവെൻഷൻ പ്രകാരം ഇത് നെഗറ്റീവ് ആണ് എടുക്കുക. ഈ ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് ഈ ചോദ്യം ചെയ്യുന്ന സമയത്ത് ക്ലിയർ ആയിട്ടുണ്ടാവണം ഈ ഫോർമുലയിൽ കൊടുക്കുന്ന സമയത്ത്. അപ്പൊ ഇത് എടുക്കുന്ന സമയം തൊട്ട് നിങ്ങളിത് അവെയർ ആയിരിക്കണം. ഓക്കെ? Okay, sir. ഓക്കെ സർ. അപ്പൊ നമുക്കിനി 7ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാട്ട് അബൌട്ട് ദ 7th one? എന്താ ക്വസ്റ്റ്യൻ? ക്വസ്റ്റ്യൻ എന്താണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടുണ്ട്, എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അതിനെ ബേസ് ചെയ്തിട്ട് എന്താണ് ചോദിച്ചിരിക്കുന്നത്? ആദ്യത്തെ ക്വസ്റ്റ്യൻ ഏത് മീഡിയത്തിനാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലും കുറവും? വിച്ച് മീഡിയം ഹാസ് ഹയസ്റ്റ് ആൻഡ് ലോവസ്റ്റ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതായിരുന്നു അല്ലേ? അതെ. ഏതിനാണ് ഹയസ്റ്റ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയും ലോവസ്റ്റ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഒക്കെ? ഡയമണ്ട് എങ്ങനെയാണ്? Lowest ഹയസ്റ്റ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഏതിനാണ്? ഡയമണ്ട്. വൈ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇസ് ഹൈ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഹൈ ആണ്. ഓക്കെ, വളരെ വലിയ വാല്യൂ ആണ്. അപ്പൊ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഏറ്റവും ലോവസ്റ്റ് ഏതിനാണ്? എയറിനാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഏറ്റവും കുറവ്. സോ അവിടെ ആയിരിക്കും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഏറ്റവും കുറവ്. അപ്പൊ സ്പീഡ് കൂടി പറഞ്ഞാലോ? സ്പീഡ് അത് പറയുന്നുണ്ടല്ലേ? സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ ഇസ് 3 into 10⁸ meter per second. What will be the speed of light through kerosene? എങ്ങനെ കണ്ടുപിടിക്കാം? n is equal to c by v. n is equal to c by v. So we have to find the speed of light in എയറിലെ സ്പീഡ് തന്നിട്ടുണ്ട്. സോ c is equal to 3 into 10⁸ meter per second എന്ന് തന്നിട്ടുണ്ട്. ആൻഡ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദാറ്റ് കെറോസിൻ എന്ന് പറഞ്ഞാൽ എന്താ തന്നിരിക്കുന്നത്? 1.4. അപ്പൊ അത് അവിടെ ഇട്ട് കൊടുത്തു. 1.44 equal to c by v, or v is equal to c divided by 1.4. c എന്ന് പറഞ്ഞാൽ എന്താ? 3 into 10⁸ 1.4 divided by 1.4. So what will be the value? എന്തോരം വരും? ഇറ്റ് വിൽ നിയർലി എന്തിനടുത്ത് വരും? നിയർലി 2 point സംതിങ് ലൈക്ക് 3 divided by 1.44 ആണ്. ഇത് 1.5ലും കമ്മിയാണ്. അപ്പൊ 2.08 സംതിങ് into 10⁸ meters like this. ഈ ഒരു വാല്യൂക്ക് അടുത്ത് വരും. ഓക്കെ, ക്ലിയർ? 2 കറക്റ്റ്. 1/0.1.5 ആണെങ്കിൽ 3 divided by 1.5
3ന്റെ പകുതിയാണ് 1.5. ഇറ്റ് ഈസ് കറക്റ്റ് 2 വരും. ബട്ട് ഇത് 2ലും കുറച്ചുകൂടി കുറവാണ്. സോ ഇറ്റ്സ് ബിക്കം 3/1.44 ഈസ് നിയർലി 2.08 into 10⁻⁸ meter per second. ഓക്കെ, ഇത്രയും സ്പീഡ് കുറഞ്ഞു. വൈ? ബിക്കോസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുന്നതിനനുസരിച്ച് സ്പീഡിന് എന്ത് സംഭവിക്കും? സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? സി എന്താണ്? എന്താ ക്വസ്റ്റ്യൻ പറയൂ. ഡയമണ്ടിലേക്ക് സി ക്വസ്റ്റ്യൻ അതന്നെ. വെൻ ray of light deviates towards a normal or away from the normal when it enters from air to diamond. അതായത് ഇവിടെ എയറിൽ നിന്നും എന്തിലോട്ടാ വരുന്ന? ഡയമണ്ടിലോട്ട്. അപ്പോൾ നോർമൽ ഇതാണ്, വന്നു ഇടിച്ചു കഴിഞ്ഞിട്ട് ഇറ്റ്സ് ബെൻഡ് ടുവേർഡ്സ് ഓർ ബെൻഡ് അവേ ഫ്രം ദ നോർമൽ എന്നാണ് ചോദ്യം. ശരിക്കും നല്ലോണം ബെൻഡ് ടുവേർഡ്സ് നോർമൽ ആവും അല്ലെ? ഇതിൽ ഏറ്റവും കൂടുതൽ ബെൻഡ് ടുവേർഡ്സ് നോർമൽ നടക്കുന്നത് ഏതിലായിരിക്കും? ഡയമണ്ടിലായിരിക്കും. സോ ദാറ്റ്സ് ഓൾ. ഇറ്റ്സ് ബെൻഡ് ടുവേർഡ്സ് നോർമൽ. ഇനി അടുത്തത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ഡയമണ്ട് ഈസ് 2.44. വാട്ട് ഡു യു മീൻ ബൈ ദിസ്? എന്താണ് അതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നാണ് ചോദ്യം. എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? വാട്ട് ഡു യു മീൻ ബൈ ദിസ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലാണ് എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ടെൽ മീ സംതിങ്. ഒന്നും കൂടി പറയേ. അതും കണക്റ്റഡ് ആണ്. ഫസ്റ്റ്ലി എന്താണ് പറഞ്ഞത്? നിങ്ങൾ ഒന്നും കൂടി പറയൂ ആൻസർ. ഡെൻസിറ്റി കൂടുതലാണ്. യെസ്, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഹയർ ആണ് അഥവാ ഗ്രേറ്റർ ആണ് എന്നുള്ളതാണ് അതിന്റെ ആൻസർ. ഓക്കെ, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഗ്രേറ്റർ ആണ്. ഇനി കാൽക്കുലേറ്റ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ത്രൂ ഡയമണ്ട്. ഡയമണ്ടിലൂടെയുള്ള സ്പീഡ് ഓഫ് ലൈറ്റ്. ഇവിടെ നമ്മളിപ്പോൾ ഒരു സ്പീഡ് ഓഫ് ലൈറ്റ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, കെറോസിനിലൂടെയുള്ള സ്പീഡ് ഓഫ് ലൈറ്റ്. അതേപോലെ തന്നെ ഡയമണ്ടിലൂടെയുള്ള സ്പീഡ് ഓഫ് ലൈറ്റ് കണ്ടുപിടിക്കും. ഡയമണ്ടിൽ എങ്ങനെ കണ്ടുപിടിക്കുക? മെത്തേഡ് പറയാം. ഓക്കെ, ഫൈൻ. ഇറ്റ് ഈസ് n is equal to c by v. സെയിം, n is equal to c by v. n എത്രയാണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 2.42. c എത്രയാണ്? 3 into 10⁻⁸. v എന്താണ് കണ്ടുപിടിക്കേണ്ടത്? So v is equal to 3 into 10⁻⁸ divided by 2.42. So 3 divided by 2.42 into 10⁻⁸. So ഇതിന്റെ ആൻസർ എന്ത് വരും? 3 divided by 2.42 is around എന്ത് വരും? 1.25 അടുത്ത് വരും. മേ ബി 24 or 24 വരുമായിരിക്കും. 24 into 10⁻⁸ meter per second. You should calculate it. കാരണം നമുക്കറിയാം ഇത് എന്തായാലും 1.5 താഴെ ആയിരിക്കുന്നുള്ളൂ. ഇറ്റ്സ് നിയർലി 24 into 10⁻⁸ meter per second. That's a value. Okay? So that's all about this let us assess questions. അപ്പോൾ നമ്മൾ 7 ക്വസ്റ്റ്യൻസും ചെയ്തു കഴിഞ്ഞു. ഏകദേശം ഇതേ ഒരു കോൺസെപ്റ്റിൽ നിന്നുകൊണ്ട് തന്നെ ആയിരിക്കും എക്സാമിനും ചോദ്യങ്ങൾ വരാം. അപ്പൊ നിങ്ങൾ നോക്കി ഇതിനകത്ത് തന്നെ റിപ്പീറ്റേഷൻ വരാൻ തുടങ്ങി അല്ലെ? ഫസ്റ്റ് ക്വസ്റ്റ്യനുമായിട്ട് കണക്ട് ചെയ്തിട്ട് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ലാസ്റ്റ് ക്വസ്റ്റ്യനിലെ പല ഭാഗങ്ങളും വന്നു. ബട്ട് അതിനകത്ത് ഒരു പ്രോബ്ലം കൂടി ചോദിക്കാറുണ്ട്. പ്രോബ്ലം ഇതാണ്, സ്പീഡ് ഓഫ് ലൈറ്റ് കണ്ടുപിടിക്കുന്നത് അല്ലെ? സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം കണ്ടുപിടിക്കുന്നത്. പിന്നെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ചോദിക്കുന്നത് 6th ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ കോൺവെക്സ് ലെൻസ് തന്നിട്ട് കണ്ടുപിടിക്കുന്ന അതിന്റെ എന്തൊക്കെയാണ് ഇമേജ് ഡിസ്റ്റൻസ്, ഹൈറ്റ് ഓഫ് ദിസ് ഇമേജ് കണ്ടുപിടിക്കുന്ന പ്രോബ്ലം ചോദിക്കാറുണ്ട്. റേ ഡയഗ്രാം അധികം വരയ്ക്കാൻ ചോദിക്കാറില്ല എങ്കിലും റേ ഡയഗ്രാം നമ്മൾ വരയ്ക്കാൻ പഠിച്ചും അതും കൂടി കഴിഞ്ഞാൽ ഓക്കെ, മീൻസ് നമുക്ക് ഒരു ഐഡിയ. അതാണ് മാക്സിമം ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ 6th. ഇത് ഇത്രയും ഇതിനകത്ത് ഇനി മേ ബി ഒരു റേ ഡയഗ്രാം കൂടി വരയ്ക്കാൻ മാക്സിമം ചോദിക്കാൻ പറ്റുന്നത് അതുകൂടിയാണ്. ഓക്കെ, സോ
പിന്നെ 5th വണ്ണിൽ ആ കോൺസെപ്റ്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ യെസ്, പിന്നെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവറും ഫോക്കൽ ലെങ്തും തമ്മിലുള്ള റിലേഷൻ അല്ലേ? അതെ. അപ്പോൾ അത് ചോദിക്കാം. പിന്നെ അത്രേ ഉള്ളൂ പ്രോബ്ലം എന്ന് പറയാം. പിന്നെ ബാക്കിയെല്ലാം തിയറിയാണ്. സോ നമ്മൾക്ക് ലെറ്റസ് അസസ് സ്റ്റോപ്പ് ചെയ്യാം. കഴിഞ്ഞു അല്ലേ? ഇനി അടുത്തത് എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസിലോട്ട് പോകാം. സോ നമുക്ക് സ്റ്റോപ്പ് ചെയ്താലോ?